പെനാങ് നമ്മളിങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും അത്ഭുതവും കൗതുകവും നിറഞ്ഞ ട്രെയിൻ യാത്രകൾ ഒന്നാണിത്. എത്ര ഡീപ്പിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കാണാത്തവര് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് കാണണം കേട്ടോ. ഇനിയും പെനാങ്ങിന്റെ കാഴ്ചകൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ചുറ്റിക്കറങ്ങി ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇതിനൊക്കെ വന്ന് നിൽക്കുമ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഓർഡർ എടുക്കുന്ന സമയമാണ്. ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കിയേ മെനു ഇവിടെ നമുക്ക് ബോർഡുകളൊക്കെ കാണില്ല, അതൊക്കെ നോക്കിയേ പ്ലാൻ ചെയ്യുകയോ ചെയ്യില്ല. എന്നിട്ട് അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ആലോചനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ളവരെ സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരു നല്ലൊരു കീഴ്വഴക്കമല്ല കേട്ടോ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നേരത്തെ തന്നെ ഒന്നും പ്രിപ്പയർ ആയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടികൾ കഴിയും. നമ്മൾ ഈ സമയം കൈവച്ചുള്ള യാത്രയിൽ ഇതൊക്കെ ശരിക്കും ഭയങ്കര ആരോചകമായിട്ട് തോന്നാറുണ്ട്. വീണ്ടും എല്ലാവരും ആലോചനക്കാരാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ആവശ്യം നമ്മൾക്കാണ് തിരക്കുക, ബാക്കിയുള്ളവർക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതായിരിക്കും. അപ്പോൾ നമ്മുടെ ഐറ്റം എന്തേ വന്നു കഴിഞ്ഞിട്ടാ 2 പീസ് ചിക്കനും ഒരല്പം വെജിറ്റബിൾ സാലഡും ഒരു ലെമൺ ടീയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കപ്പലിൽ നിന്നുള്ള ബസ്സുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരെ ഇങ്ങനെ അമ്പലവും പള്ളിയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നതാണ്. നല്ല കാര്യം തന്നെ. പരമാവധി ഈ ഓർഗനൈസറായിട്ട് ആ ട്രിപ്പ് നടക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇടൊന്നും പോക്ക് നടക്കില്ല. അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പരമാവധി കാഴ്ചകൾ കാണിച്ച് എത്തിച്ചിരിക്കും. അതാണ് ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഗുണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കംഫർട്ടിന് അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി അവിടെ കണ്ട് അപ്പോൾ പരിമിതമായിട്ടുള്ള സമയത്തിൽ പരമാവധി കാഴ്ചകൾ കാണാൻ നടക്കില്ല. ഒരു ഏജൻസിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ അവർ പരമാവധി അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചിട്ട് സമയമൊക്കെ മാനേജ് ചെയ്ത് കംപ്ലീറ്റ് അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. നല്ല സാലഡ്, റഷ്യൻ സാലഡാണ് കേട്ടോ. ഓക്കെ, നല്ല വലിയ പീസ്, നല്ല മുഴുത്ത കോഴിയുടെ പീസ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് കഴിച്ച് തീർത്തിട്ട് ബാക്കി കാഴ്ചകളിലേക്ക്. ഇവിടുത്തെ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ കഞ്ഞിയിൽ ചിക്കൻ നുറുക്കിയിട്ടുള്ളത് തരും. അത് ഇവിടുത്തെ മലേഷ്യക്കാർ ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ചിക്കൻ പീസ്, ഒരു പീസ് ചിക്കൻ, പിന്നെ കപ്പലണ്ടിയും ഉണക്കമീനും വറുത്തതും അതിന് ചെറിയൊരു ചമ്മന്തിയും കൂടി ഇട്ടിട്ട്, ഇതൊക്കെ ഇവിടുത്തെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇനിവേ മേരി ബ്രൗൺ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ നല്ല എരിവുള്ള ചിക്കനാണ്. മുമ്പ് ബ്രോസ്റ്റഡൊക്കെ ആയ സമയത്ത് ഒന്ന് KFC മേരി ബ്രൗൺ ചിക്കനൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലാ മുക്കിനും മുകളിലൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടും. ഓരോരുത്തരായിട്ടുള്ള റെസിപ്പീസൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ്. അന്ന് ഇത്തിരി എരിവുള്ള ചിക്കൻ കിട്ടണമെങ്കിൽ നമ്മുടെ ചിക്കനിലും അതുപോലെ തന്നെ മേരി ബ്രൗണും ഉണ്ടായിരുന്നു. KFCക്കൊന്നും അത് എരിവുള്ള ഉണ്ടായിരുന്നു. ഇപ്പം നല്ല എരിവുള്ള ഐറ്റംസൊക്കെ വന്നു. പെനാങ് ഹിൽസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചൈനീസ് ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാകും. ഫുഡ് സ്ട്രീറ്റ് എന്നൊരു ഫുഡ് മാർക്കറ്റ്. അപ്പോൾ അവിടുത്തെ ഐറ്റംസ് ഒന്ന് കാണാം. ഇവിടെ വലിയ മീനുകളൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തെരണ്ടിയാണ് കേട്ടോ, തെരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ കക്കകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ, വെണ്ടക്ക സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ തായ്ലൻഡിൽ നിന്നൊക്കെ ഉള്ള പല വീഡിയോസിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചിക്കനും ഡക്കും അതുപോലെ തന്നെ പോർക്കൊക്കെ ഗ്രില്ല് ചെയ്തിട്ടേക്കണ കാഴ്ച കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ ഡിഷസൊക്കെ തന്നെയാണത്. നമ്മൾക്ക് മുമ്പ് തായ്ലൻഡ് സീരീസിൽ ഇതൊക്കെ നമ്മൾ കാണിച്ച് പോയതിനാണ് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴൊന്നും അന്ന് കാണിച്ചതിൽ നിന്ന് കൂടുതൽ വെറൈറ്റീസ് ഒന്നുമില്ല. പക്ഷെ ഒരുപാട് ചൈനീസ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു മാർക്കറ്റാണ്. എന്തായാലും ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും യെസ്, ഹായ്, ഓക്കെ. അപ്പോൾ ഒത്തിരി ക്യാമറ കാണുമ്പോൾ ഒത്തിരി നല്ലൊരു അപ്രോച്ച്, സ്നേഹത്തോടുള്ള അപ്രോച്ച് നമുക്ക് കാണാനുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ നമ്മൾ കയറിയതാണ്. പക്ഷേ ഒരുപാട് പുതുമകളുള്ളതൊന്നും കാണിക്കാനില്ല. പക്ഷെ നടന്ന് വരുന്ന വഴിക്ക് ഞാനൊരു കാഴ്ച കണ്ടിട്ടോ. അത് ഞാനൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരട്ടെ. അവിടെ കുറേ സംഭവങ്ങൾ റോഡ് സൈഡിലാണ്. അവരത് ഇട്ടിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യണുണ്ട് മീറ്റ്. അപ്പോൾ അതെന്താണെന്ന് നോക്കട്ടെ കേട്ടോ. അവിടെയാണ് കണ്ടത് കേട്ടോ.
നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഐറ്റം ഉണ്ട്. നമ്മൾ പലതരത്തിലുള്ള ബാർബിക്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചൈനീസ് സ്റ്റൈലിൽ. പക്ഷേ ഇത് പോർക്ക് മീറ്റാണ് കേട്ടോ. പോർക്ക് മീറ്റ് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ. കണ്ട, ചൈനക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ചൈനയിലൊക്കെ പോകുമ്പോഴും മറ്റൊക്കെ അവർ കഴിച്ച് കാണാറുണ്ട്. അത് വലിയ രീതിയിൽ അത് തയ്യാറാക്കുന്ന കാഴ്ച കേട്ടോ. ഒരു രക്ഷയില്ല. ഒരു ഗ്രില്ല് ചെയ്ത് എടുത്തതിന് ശേഷം അത് ഇതുപോലെ പാക്കറ്റിലൊക്കെ ആക്കി വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതൊക്കെ കാണാനുണ്ട്. യെസ്, കണ്ട ഇത്തരത്തിലുള്ള പാക്കുകളൊക്കെ ആക്കി വെക്കുന്ന കാഴ്ച. യെസ്, അപ്പോൾ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് സിംഗപ്പൂർ, മലേഷ്യ, ചൈനയിലൊക്കെ ഒരു പ്രധാന വിഭവമാണിത്. അതായത് നമ്മുടെ ഗ്രില്ലിൽ ഇറച്ചി പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് അതായത് നമ്മുടെ ഗ്രില്ല് ചെയ്തിട്ട് വെക്കുന്നതാണ്. അതിനകത്തേക്ക് സോയാ സോസും പഞ്ചസാരയും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഐറ്റമാണ് അത്. സാധാരണ പന്നിയിറച്ചി അതുപോലെ തന്നെ ബീഫ്, മട്ടനൊക്കെ വെച്ചിട്ടുണ്ടാക്കും. ഇപ്പോൾ ഇത് ഈ കാണുന്നത് എല്ലാവരും പന്നിയിറച്ചി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ കണക്കിലെടുത്തുകൊണ്ട് കച്ചവടം പൊടി പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ ഈ ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ. പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് വിൽപ്പനയ്ക്ക് പോകുന്ന കാഴ്ചയാണ്. മുന്നോട്ട് നടന്നു വരുമ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് കേട്ടോ. ഇതിവിടെ നമ്മൾ മലേഷ്യയിലും സിംഗപ്പൂരൊക്കെ വരുന്നത് കാണുന്ന രീതിയാണിത്. ഒരുപാട് സംഭവങ്ങൾ, പച്ചക്കറിയും ചിക്കനും പോർക്കും ഒക്കെ ഇങ്ങനെ കമ്പുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ആവശ്യാർത്ഥം ഇവിടെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അതിനകത്ത് മുക്കി ഒഴുങ്ങിയ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള സോസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേവാണ് വേണ്ടത് അത്രയും നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ പോർക്കും ചിക്കനും വെജിറ്റബിളും ഫിഷും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഇവിടുത്തേരുടെ. ഇത് പഴക്കുലകളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട് വിട്ട് അധികം പഴക്കുലകളൊക്കെ കെട്ടിയിട്ട് വെക്കണമെന്ന് കാണാറില്ല. ഇവിടെ പഴക്കുലകളൊക്കെ കെട്ടിയിട്ട് വെക്കുന്ന കാഴ്ച കാണാം. ഓരോരോ കാഴ്ചകൾ തേടി നടക്കുകയാണ് കേട്ടോ. പുതുമകൾ തേടി നടക്കുകയാണത്. കുറേ കാഴ്ചകൾ കണ്ടല്ല. ഇനി അപ്പുറത്ത് മറ്റൊരു കാഴ്ച കൂടി ഉണ്ട്. അതെന്താണെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം. നടന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. പ്രധാനപ്പെട്ട 19-ാം നൂറ്റാണ്ട് മുതൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു വില്ലേജ് കേട്ടോ. അത് കണ്ടില്ലേ, എല്ലാം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന വീടുകളാണ് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് കേട്ടോ, ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പെനാങ്ങിലെ. ഒരുപാട് കുടുംബങ്ങൾ ഈ കടലിൽ ഇങ്ങനെ ജീവിക്കുന്നവർ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പില്ലറുകളിൽ വീടുകൾ വെച്ചിട്ട് ജീവിക്കുന്നത്. ഏതാണ്ട് 75ഓളം വീടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ടൂറിസം, മീൻപിടുത്തമൊക്കെ തന്നെയാണത്. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി തന്നെ വളരെ രസകരമാണ്. നമ്മളെന്താ പറയുക, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ നടക്കില്ല ഐലൻഡിൽ, അത്തരത്തിൽ എന്താ പറയുക മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നടന്നു വരെ ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6:45. അതിൻ്റെ പേര് തന്നെ ഒട്ടുമിക്കതും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ധാരാളം സഞ്ചാരികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെനാങ് സന്ദർശിക്കുമ്പോൾ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പലിലേക്ക് പോയല്ലോ. വൈകിക്കഴിഞ്ഞാൽ കപ്പൽ നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, പാസ്പോർട്ടൊക്കെ അതിൽ കിടക്കുകയാണ്, ഒരു വഴിയില്ല. അങ്ങ് ദൂരെ നമുക്കിത് പെനാങ് ബ്രിഡ്ജൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് ചുറ്റിക്ക് വരുമ്പോൾ ധാരാളം ആൾക്കാർ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ മലയുടെ മുകളിലാണ് നമ്മൾ പോയതൊക്കെ തന്നെ, നേരത്തെ പോയതൊക്കെ കണ്ടില്ലായിരുന്നത്. അതിന് മുകളിലാണ് ഈ വീടുകളുടെ മറ കയറാൻ കൊണ്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തേരുടെ ഫിഷിംഗ് ബോട്ടുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സഞ്ചാരികളൊക്കെ ഒരുപാട് സുവനീർസൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ തലങ്ങും വിലങ്ങും കാണാൻ സാധിക്കും. സ്റ്റിക്കി റൈസും അതുപോലെ തന്നെ കപ്പലണ്ടി പൊടിച്ച് നിൽക്കണ ചേച്ചിയും ചേട്ടനും കേട്ടോ. 5 റിങ്കറ്റാണ്. ഞാൻ തൽക്കാലം വയറ് ഫുള്ളായിരിക്കുന്നതിൻ്റെ പേരിൽ കഴിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. പ്രദേശവാസികൾ താമസിക്കുന്ന വീടുകളാണ് നമ്മൾ ഈ കാണുന്നത്. പലരും ഇവിടെ തന്നെ താമസം. അവിടെ ആമകളൊക്കെ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്, അക്വേറിയത്തിൽ കാണാനുണ്ട്. പിന്നെ പലരും കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ബാക്കിലേക്ക് ഉണ്ട്. ഫ്രണ്ട് സൈഡ് മാത്രമല്ല, ബാക്കിലേക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. രസകരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഇങ്ങനെ ഊഞ്ഞാലിൽ കിടക്കുന്നു, ഒരാൾ താഴെ മീൻ നന്നാക്കുന്നു, പിള്ളേർ ഓടിക്കളിക്കുന്നു, എന്തൊക്കെ മീൻ ചാടിപ്പോകുന്നു, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിയാൽ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ്. മുന്നോട്ട് നടന്നു വരുമ്പോൾ
ഒരുപാട് ഷോപ്പുകളുണ്ട്. കുറച്ച് സോവനീഴ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ ഓർമ്മക്കായിട്ട് മേടിച്ച് വെക്കും. അത്തരത്തിലൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പെനാങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. ഐ ലവ് പെനാങ്, ഐ ലവ് മലേഷ്യ എല്ലാവരും ഉണ്ട് കേട്ടോ. പലപ്പോഴും മേടിച്ച് വെക്കണമെന്നാണ്. കുറച്ച് ആളുമ്പോൾ വീട്ടിലാരൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് ചെല്ലണം. തിരിച്ച് ഷിപ്പിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി നമ്മളിവിടെ നിന്ന് തിരിച്ച് ഷിപ്പിൽ ചെന്നിട്ട് ഷിപ്പിലേക്ക് പോണതും അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കേട്ടോ. യെസ്, അതാണ്.